ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഒരു പാൻ വെച്ചു, അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടാകുമ്പോഴത്തേക്കും കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിയതിന് ശേഷം വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ട് കൊടുക്കുക. ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, അത് രണ്ടാ കട്ട് ചെയ്തെടുത്തതാണ്. അതിനെ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് ചെറുതായി വഴറ്റി വന്നതിന് ശേഷം ഞാനൊരു വാഴത്തട, ചെറിയ കഷ്ണമാണ്, ആ വാഴത്തട എടുത്തിട്ടുണ്ട്. അത് ചെറിയ കഷ്ണമായിട്ട് അരിഞ്ഞെടുത്തതാണ്. അതിനെ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതിനെ കൂടി ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് അടച്ചു വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പൊക്കെ നിങ്ങൾ ആവശ്യാനുസരണമാണ് ഇടേണ്ടത്. എല്ലാം ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് വീണ്ടും അടച്ചു വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം. 1 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം, 1/2 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. എരിവെല്ലാം നിങ്ങൾ ആവശ്യാനുസരണമാണ് ഇടേണ്ടത്. ഇനി പൊടിയരെല്ലാം പച്ചമണം മാറുന്നേരം നമുക്കൊന്ന് വറുത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയെടുത്ത് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്, അതിനെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഉപ്പും കൂടി ഇട്ട് കലക്കിയെടുക്കാം. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഇനി നല്ലതുപോലെ ഒന്ന് തിളച്ച് കിട്ടണം. അതിലേക്ക് വേണ്ടി നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. എല്ലാം നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു നുള്ളു കായം കൂടി ഇട്ട് കൊടുക്കാം. നല്ല ഒരു പുളിങ്കറിയാണ്. ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കഷ്ണം ശർക്കര കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ അതൊന്നും ഇട്ട് കൊടുക്കണില്ല, ഇത് ചോറിൽ ഒഴിക്കാൻ വേണ്ടിയാണ്. പറ്റുമെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. ഇനി അടുത്ത വീഡിയോയിലിട്ട് കാണാം. ബൈ ബൈ.